പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അങ്ങ് ദില്ലിയിൽ രാജ്യ തലസ്ഥാനത്ത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? നിങ്ങൾ വല്ലതും അറിഞ്ഞു? ഇന്നലെ മുതൽ, ശരിക്ക് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അനിഷേധ്യനായിട്ടുള്ള പോരാളിയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യാഗം ചെയ്യാൻ വന്നിട്ടുള്ള ആളുമായിട്ടുള്ള സോനം വാങ്ചുക്, ഈ വാങ്ചുക് ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ വാങ്ചുക് ജി ആയി മാറിയിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സോനം വാങ്ചുക് ഇന്നലെ രാത്രിയിൽ കേന്ദ്രമന്ത്രി JP നദ്ദയുടെ കയ്യിൽ നിന്നും സൂപ്പ് വാങ്ങി കുടിച്ചിട്ട് ദിവസങ്ങളായിട്ട് താൻ തുടരുന്ന നിരാഹാരം ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ അവസാനിപ്പിച്ചു. നമുക്കറിയാം, സോനം വാങ്ചുക് ദിവസങ്ങളായിട്ട് CJPയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദില്ലിയിൽ നിരാഹാരമിരിക്കുകയായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കോടതിയുടെ ഇടപെടൽ കാരണം മാറ്റി. ആ ആശുപത്രിയിലും അദ്ദേഹം നിരാഹാരം തുടരുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇന്നലെ രാത്രിയിൽ കേന്ദ്രമന്ത്രി JP നദ്ദയുടെ കയ്യിൽ നിന്നും സൂപ്പ് വാങ്ങി കുടിച്ച് അദ്ദേഹം, സോനം വാങ്ചുക്, അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിച്ചു. ഈ നിരാഹാരം അവസാനിപ്പിച്ചതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം സോനം വാങ്ചുക് ജി ആയി മാറിയിരിക്കുകയാണ്. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സമരത്തിൽ, CJPയുടെ ഈ സമരത്തിൽ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾ, അക്രമികളൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ സമരം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വഴിമാറി അക്രമത്തിലേക്കും രാജ്യദ്രോഹ പ്രവർത്തനത്തിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിരാഹാരം ഞാൻ അവസാനിപ്പിക്കുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ, അതായത് നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ നിരാഹാരത്തിൽ നിന്നും പിന്മാറുന്നു, നിരാഹാരം അവസാനിപ്പിക്കുന്നു എന്ന് സോനം വാങ്ചുക് ഈ നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ട് ചില വാക്കുകളിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അങ്ങനെ തങ്ങളുടെ വലിയ ഒരു സമര പോരാളി, അനിഷേധ്യനായ പോരാളി നിരാഹാരം അവസാനിപ്പിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തെ സോനം വാങ്ചുക് ജി ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സോനം വാങ്ചുക് മാറിയത്. മാത്രവുമല്ല, ഇന്നലെ NSA, ഈ സമരത്തിൽ അക്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ NSA ആക്ട് പ്രകാരം കേസ് എടുക്കും എന്നുള്ള ഒരു ഇതൊക്കെ വന്നിരുന്നു, ഒരു നടപടിയൊക്കെ, അങ്ങനെ ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. അത് കേട്ടിട്ടാണോ എന്താണോ എന്നറിയില്ല, തനിക്ക് കടുത്ത പനി ആണ് എന്ന് പറഞ്ഞിട്ട് CJPയുടെ അനിഷേധ്യനായിട്ടുള്ള നേതാവ്, സ്ഥാപകൻ അഭിജിത് ദീപ്കെ, അദ്ദേഹവും ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നാണ് ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. NSA ആക്ട് നടപ്പിലാക്കുന്നത് കൊണ്ടാണോ അതോ കടുത്ത പനി കാരണമാണോ, എന്തായാലും സമര പോരാളി, സമരത്തിൻ്റെ നായകൻ, സൈന്യാധിപൻ പോർക്കളം വിട്ട് ഓടിയ സ്ഥിതിക്ക് ഇനി CJPയുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഇപ്പോൾ നമുക്ക് ദില്ലിയിൽ കാണാൻ കഴിയുന്ന കാഴ്ച, CJPയുടെ സമരത്തിലെ സമരനായകൻ തൻ്റെ നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. സമരത്തിൻ്റെ സൈന്യാധിപൻ പോർക്കളം വിട്ട് പനി കാരണം വിട്ടുനിൽക്കുന്നു. ഈ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ദില്ലിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തിലേക്ക് തൻ്റെ വിദേശയാത്രയൊക്കെ കഴിഞ്ഞു വന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യവുമായിട്ട് എത്തിയത്. അദ്ദേഹം എത്തി സമരമൊക്കെ ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ ഈ സമരനായകൻ സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, കോൺഗ്രസിൻ്റെ സമരത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്ന്. രാഹുൽ ആളിക്കത്തി, രാഹുൽ ആഞ്ഞടിച്ചു എന്നൊക്കെ വായ്ത്താളമടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ
ആ മാധ്യമങ്ങൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. മാത്രമല്ല, ആളിക്കത്തി ആളിപ്പടർന്ന് പോലീസുകാരുടെ തൊഴിൽ ചവിട്ടി സ്റ്റേഷനിലേക്കൊക്കെ മാർച്ച് ചെയ്തിരുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ പോരാട്ടം അവിടെയും കൊണ്ടും അവസാനിച്ചില്ല. ഇന്നലെ അദ്ദേഹം എം പിമാരെയൊക്കെ കൂട്ടി ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് രാഹുലിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഫലമായിട്ട് ഈ സർജിക്കൽ സ്ട്രൈക്ക് തീർന്ന ഉടൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു സോനം വാങ്ചുക്ക് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ NSA ആക്ട് വരുന്നു. ആക്ട് വരുന്നതിന് മുന്നോടിയായിട്ട് സമരനായകൻ സൈന്യാധിപന് പനി പിടിച്ച് കിടപ്പിലാകുന്നു. അങ്ങനെ ആളിക്കത്തി ആളിപ്പടർന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അണികൾ, രാഹുൽ ഗാന്ധി അണികളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച കഥ ഇതിലും രസമാണ്. തങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അനിഷേധ്യനായിട്ടുള്ള നേതാവ് അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ജന്മദിനമാണെന്നും അദ്ദേഹത്തോളം പൊക്കം വരുന്ന ഒരു കേക്ക് മുറിക്കുന്നുണ്ടെന്നും ആ കേക്ക് മുറിച്ചുള്ള ആഘോഷത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണമെന്നും ഒക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി എം പിമാരെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ തന്നെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. അതിനുശേഷമാണ് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് നമുക്ക് CJPയുടെ സമരത്തിലേക്ക് പോകണമെന്ന്. ആ സമരത്തിൽ പങ്കെടുത്ത പല ആളുകളുടെയും മുഖഭാവം നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങൾ കൂടിയൊക്കെ കണ്ടതാണ്. ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെയായിരുന്നു പലരും ആ സമരത്തിൽ പങ്കെടുത്തവർ ഇരുന്നത്. അങ്ങനെയുള്ള ആ സമരത്തില്, ആളുകളെ കൂട്ടിയ സമരത്തില്, ആളിപ്പടർന്ന സമരത്തില് രാഹുലിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിച്ച, കേരള മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ആ സമരം അക്ഷരാർത്ഥത്തിൽ രാഹുലിൻ്റെ പോരാട്ടം വൃഥാവിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം സമരഭടൻ പോർക്കളം വിട്ടിരിക്കുന്നു, സമരനായകൻ നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സമരഭടൻ ദിവസങ്ങളായി തുടരുന്ന നിരാഹാരം അവസാനിപ്പിച്ച് സൈന്യാധിപൻ പോർക്കളം വിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആ പ്രഖ്യാപനം വരുന്നത്. അദ്ദേഹം പറയുന്നു, രാജ്യത്തെ ചെറുപ്പക്കാരുടെ, നീറ്റ് പരീക്ഷ എഴുതിയ ആളുകളുടെ, കുട്ടികളുടെ, അവരുടെ രക്ഷകർത്താക്കളുടെ വികാരം ഞാൻ മാനിക്കുന്നു, അവരുടെ വിഷമം ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ പാർലമെന്റിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരും. ആ നിയമപ്രകാരം കുറ്റവാളികൾക്ക്, അതായത് ഇനി മുതൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടൊക്കെ നടത്തുന്ന കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്ന് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശം ഇന്നലെ പ്രഖ്യാപനം ഉണ്ടായി. വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നടന്നിട്ടുള്ള നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതേപോലെ ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായ നിയമ നടപടികൾ നടത്തുവാൻ വേണ്ടിയിട്ട് അതിവേഗ കോടതികൾ സ്ഥാപിക്കും എന്ന് അദ്ദേഹം ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഈ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ദില്ലി കോടതി അതിവേഗ കോടതി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ പാർലമെന്റിൽ പുതിയ നിയമം വരാൻ പോകുന്നു. അതേപോലെ ഇപ്പോൾ നിലവിൽ ഇങ്ങനത്തെ ക്രമക്കേട്, പരീക്ഷാ ക്രമക്കേട് നടത്തിയ ആളുകൾക്ക് അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ആ നിയമ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് കോടതികൾ സ്ഥാപിക്കുന്നു. അങ്ങനെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് CJPയുടെ സമരത്തെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടി. അതേപോലെ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ വികാരവും അവരുടെ രക്ഷകർത്താക്കളുടെ വികാരവും നെഞ്ചിലേറ്റിക്കൊണ്ട് കൃത്യമായി അദ്ദേഹം തൻ്റെ നിലപാട് ഇന്നലെ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഇനി CJPയുടെ സമരത്തിൻ്റെ ഭാവി അതെന്താകുമെന്ന് നമ്മൾ കണ്ടറിയണം. കാരണം നിലവിൽ തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ പ്രക്ഷോഭത്തിൽ, അക്രമത്തിലേക്ക് വഴിതിരിഞ്ഞു മാറിയിട്ടുള്ള ഈ പ്രക്ഷോഭത്തിൽ RSS മൂർദാബാദും
അതേപോലെ തന്നെ FCRA നിയമ ഭേദഗതി പിൻവലിക്കാനും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാനും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടന്നു വന്ന സ്ഥിതിക്ക് ഇനി ആ മുദ്രാവാക്യം വിളിയുമായിട്ട് ദില്ലിയിൽ തന്നെ തുടരണോ അതോ അവരവരുടെ വീട് പറ്റുന്നതാണോ നല്ലതെന്ന് CJPയുടെ അണികൾ ഇനി തീരുമാനിക്കുന്നതാണ് നല്ലത്. എന്തായാലും കേരളത്തിൽ നിന്നും വിയർപ്പിൻ്റെ അസുഖമുള്ള ചില ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. അവിടെ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചി വിഭവങ്ങൾ, വെറൈറ്റി ഫുഡ്സ് അവിടെ ഉണ്ട്. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബർഗറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് അതിനെയും എപ്പോഴാണോ ആ രുചികരമായ ഭക്ഷണങ്ങൾ തീരുന്നത് ആ മുറയ്ക്ക് NSA ആക്ട് പ്രകാരം ദില്ലി പോലീസ് പിടിച്ച് അകത്തിട്ടില്ലെങ്കിൽ അവർക്കും പതുക്കെ നാട്ടിലേക്കുള്ള വണ്ടി പിടിക്കാവുന്നതാണ്. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് കൃത്യമായ സ്റ്റാൻഡ് കേന്ദ്ര സർക്കാർ എടുത്തു കഴിഞ്ഞു. ഈ ക്രമക്കേടിൽ, പരീക്ഷാ ക്രമക്കേടിൽ ഏർപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾ ഇന്ന് ജയിലിനുള്ളിലാണ്. ഇനി ഒരു പരീക്ഷാ ക്രമക്കേട് ഉണ്ടാകാത്ത വിധത്തിലുള്ള നിയമ സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നു. ഇപ്പോൾ നിലവിൽ ക്രമക്കേട് നടത്തിയിട്ടുള്ള ആളുകളെ അതിവേഗം ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിവേഗ കോടതികൾ, നിയമ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ രീതിയിലൂടെ ഈ സമരത്തിൻ്റെ കൃത്യമായ രീതിയിൽ അക്രമത്തിലേക്ക് പോയ ഈ സമരത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. അത് ഈ സമരത്തിലേർപ്പെട്ട പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും മനസ്സിലാവാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ദില്ലി പോലീസ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഈ സമരത്തെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴിമാറി പോയിരിക്കുന്ന സമരമാണ്. അത് ആ സമരത്തിൻ്റെ പ്രധാന നായകൻ തന്നെ സോനം വാങ്ചുക് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം പിന്മാറിയിരിക്കുന്നു. ഇനി ഈ സമരത്തിൻ്റെ ഭാവി കണ്ടറിയാം. ഈ സമരത്തെ പിന്തുണച്ച കേരളത്തിൽ നിന്നുള്ള പല നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കും കാര്യം മനസ്സിലാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇനി ഈ സമരത്തിൻ്റെ ഭാവി നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം.